ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്. ഇന്ന് 16 ഡിസംബർ ചൊവ്വാഴ്ചയായിരുന്നു. നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച, ഇന്നലെ തിങ്കളാഴ്ച, ഇന്ന് ചൊവ്വാഴ്ച, മാർക്കറ്റ് കാര്യമായിട്ട് ഒന്നും മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നില്ല. ഇതിനു മുന്നേ ഡിസംബർ 4 ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ അന്നത്തെ ഒരു സെക്ഷൻ മാർക്കറ്റ് താഴേക്കായിരിക്കും. അന്ന് മാർക്കറ്റ് ഡിസംബർ 1 മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് അവിടുന്ന് താഴോട്ട് വന്ന് എൻ്റെ ഈ നോൺ റിവേഴ്സിബിൾ ഏരിയ ഇവിടെ മാർക്കറ്റ് കയറി കഴിഞ്ഞാൽ അതെന്തായാലും റെസ്പെക്റ്റ് ചെയ്തേ മതിയാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അന്ന് മാർക്കറ്റ് പകുതി വരെ വന്നിട്ട്, അല്ലെങ്കിൽ പകുതിക്ക് താഴെ വന്നിട്ട് ഒരു റിവേഴ്സ് പ്ലാൻ ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോയി സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് കറക്റ്റായിട്ട് എൻ്റെ ലെവലിൽ തന്നെ മാർക്കറ്റ് കൊണ്ടെത്തിക്കുകയും ചെയ്തു. ഇതേ കാര്യം തന്നെയാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മാർക്കറ്റ് ഇവിടുന്ന് താഴേക്ക് പോകേണ്ടതാണ്, പക്ഷേ കഴിഞ്ഞ 2 ദിവസം ഈ രീതിയിൽ ഒരു ഫേക്കായിട്ടുള്ളൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ് നടന്നത്. ഇന്നലെ എനിക്ക് ലോസ് ആയിരുന്നു. ഇന്നലെ 2 ട്രേഡ് എടുത്ത് 2 ട്രേഡും ലോസ് ആയിരുന്നു. ഇന്ന് ഞാൻ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് ട്രേഡ് എടുത്തത്. ഇന്ന് ഒരു ട്രേഡ് എടുത്തതിൽ ഫസ്റ്റ് ടാർഗറ്റ് മാത്രമേ ഹിറ്റ് ചെയ്തുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റിൽ ഇറങ്ങുകയും ചെയ്തു. മാക്സിമം മാർക്കറ്റ് ഇവിടെ സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ഈ സപ്പോർട്ട് ലൈൻ എന്ന് പറയുന്നത് 25,892 ആണ്. ഈ സപ്പോർട്ട് ലൈൻ സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ട് വീണ്ടും വീക്കായി. ഇന്ന് കോൾ റൈറ്റേഴ്സ് കൂടുതലായിരുന്നു. കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ട് റൈറ്റേഴ്സ് 2.5 ലക്ഷമായിരുന്നെങ്കിൽ കോൾ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് 2.5 കോടിക്ക് മുകളിലായിട്ടായിരുന്നു OI ക്രിയേറ്റ് ചെയ്തത്. എന്നിട്ടും മാർക്കറ്റ് താഴേട്ട് പോവാതെ ബയേഴ്സ് മാക്സിമം, അല്ലെങ്കിൽ പുട്ട് സെല്ലേഴ്സ് മാക്സിമം മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. അത് ഫലം കണ്ടില്ല. 25,834 മാർക്കറ്റ് വന്നു നിൽക്കുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ലെവലെന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്, 25,715. നാളത്തെ ദിവസം മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് വരാനായിരിക്കും പ്രോബബിലിറ്റി കൂടുതലായിട്ട്. കാരണം ഇപ്പം മാനിപ്പുലേഷനാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ മാക്സിമം മാനിപ്പുലേഷൻ നടത്തി ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ പോക്കറ്റ് അടിച്ചുകൊണ്ട് പോവുക എന്നുള്ള സ്ട്രാറ്റജിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായാലും ഈ ഒരു ലെവല് 25,715 എന്ന് പറയുന്ന ലെവൽ വരണം. അതൊരു പക്ഷേ നെക്സ്റ്റ് 3 ഡേയ്സിലാവാം, അല്ലെങ്കിൽ നാളെ തന്നെ ആവാം. എന്തായാലും ഇന്ന് മാർക്കറ്റ് ഒരു ട്രെൻഡി ആവേണ്ടിയ മാർക്കറ്റായിരുന്നു. അതിന് 2 കാരണങ്ങളുണ്ട്. എൻ്റെ സ്ട്രാറ്റജി പ്രകാരം 2 കാരണങ്ങളുണ്ട്. ഒന്ന് പ്രീ ഓപ്പണിംഗ്, 2 ഓപ്പണിംഗ്. ഓപ്പണിംഗ് പ്രകാരം ഇന്ന് മാർക്കറ്റ് 140 പോയിൻറ്റോളം, 167 പോയിൻറ്റ് മാർക്കറ്റ് താഴെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് കാര്യമായിട്ടുള്ളൊരു ഗെയിൻ നടന്നിട്ടില്ല. പ്രീമിയം മൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. ഇന്ന് ട്രേഡ് എടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്, ആദ്യത്തെ 1 മിനിറ്റ് 5 മിനിറ്റ് എല്ലാം ഞാൻ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുന്ന് വളരെ സ്റ്റീപ്പായിട്ടുള്ള ക്യാൻഡിൽസാണ് ഫോം ചെയ്തത്. ഇടയ്ക്ക് സ്വിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് സ്വിങ്സിലാണ് എനിക്ക് ട്രേഡ് എടുക്കേണ്ടത്. ഞാനതുകൊണ്ട് ഈ ഒരു സ്വിങ് ഇവിടെ കട്ട് ചെയ്തപ്പം, അതായത് ഇതായിരുന്നു എൻ്റെ ട്രേഡിങ്ങിനുള്ള കൺഫർമേഷൻ. ട്രേഡ് പ്ലാൻ ചെയ്തിട്ട് എനിക്ക് ഈ ഒരു റേഞ്ചിലേക്ക് കിട്ടിയുള്ളൂ. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ട്രൈ തന്നെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് വീക്കായിരുന്നു. പക്ഷേ എക്സ്പയറി ആയതുകൊണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ഞാൻ ഫസ്റ്റ് ടാർഗറ്റിൽ ഇറങ്ങി. അപ്പം എന്ത് തന്നെ ആയാലും വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു ലെവല് റെസ്പെക്റ്റ് ചെയ്യണം. അതിനുശേഷമായിരിക്കും അപ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുക. ഇതും ബ്രേക്ക് ചെയ്താൽ അടുത്ത ലെവലെന്ന് പറയുന്നത് 25,550 ആണ്. അപ്പോൾ ലെവൽസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. താങ്ക് യു.